സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആരംഭത്തിൽ നൃത്തം ഒരുക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ പ്രതിഫലം ഒരു പ്രമുഖ നടി ചോദിച്ച വിഷയം വിവാദമായിരിക്കുകയാണ്. കലോത്സവത്തിൽ പങ്കെടുത്ത് സിനിമയിലെത്തിയ നടിയാണ് ഇത്തരത്തിൽ പ്രതിഫലം ചോദിച്ചതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ അത്തരമൊരു വിവാദ പ്രസ്താവനയിലേക്ക് എത്തിച്ചതെന്ന് പറയാം. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ഏറെ വേദനിപ്പിച്ച കാര്യമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നടി വന്ന വഴി മറക്കരുതെന്നും കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് അഹങ്കാരം കാണിച്ചതെന്നുമാണ് മന്ത്രി പ്രതികരിച്ചത്. എന്നാൽ നടിയുടെ പേര് പറയാൻ മന്ത്രി തയ്യാറായില്ല. ജനുവരിയിലാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. 16,000 കുട്ടികൾ പങ്കെടുത്തുകൊണ്ടുള്ള സ്വാഗത ഗാനത്തിന് വേണ്ടി 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഡാൻസ് പഠിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. അത് അവരോട് ചോദിക്കുകയും ചെയ്തു. അവർ സമ്മതിച്ച ശേഷം പ്രതിഫലമായി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്രയും വലിയ തുക മുടക്കി കുട്ടികളെ നൃത്തം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. 5 ലക്ഷം രൂപ കൊടുക്കാനില്ലെന്നിട്ടല്ല, എന്നാൽ ഇങ്ങനെ ആർത്തിയുള്ള ഒരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക മോഹികളല്ലാത്ത ഒരുപാട് നൃത്താധ്യാപകരുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഓണപരിപാടിക്കടക്കം ഫഹദ് ഫാസിൽ എത്തിയത് സൗജന്യമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. സംഭവം വിവാദമായതോടെ പല നടീനടന്മാർ അഭിപ്രായമായി രംഗത്തെത്തി. നിർഭാഗ്യമായ സംഭവമാണിതെന്നും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനാണ് കലാകാരന്മാർ ശ്രമിക്കേണ്ടതെന്നും സുധീർ കരമനയാണ് വ്യക്തമാക്കിയത്. താനും കലോത്സവ വേദിയിൽ നിന്നും വന്നതാണെന്നും അഭിനയ രംഗത്ത് സജീവമാകുന്നതെന്നും മന്ത്രിയുടെ പ്രസ്താവന കേട്ടപ്പോൾ വളരെയധികം വിഷമമായെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ ആരും അങ്ങനെ ചോദിക്കാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞപ്പോഴാണ് അറിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇത് കുട്ടികളുടെ കാര്യമാണ്. കലോത്സവ വേദി സർക്കാരിന് വേറെ വരുമാന പ്രവർത്തനമല്ല. കലോത്സവത്തിലെ കമ്മിറ്റിയിൽ താനും ഒരു പ്രധാന ഭാഗമാണ്. നടി ആരെന്ന് എനിക്കറിയില്ല, അമ്മയിലെ അംഗമാണോ എന്ന് പോലും വ്യക്തമല്ല. സർക്കാരിന്റെ പരിപാടികൾക്ക് സിനിമയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും വിളിക്കാറില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം ആശശരത്തും ഇതിനോട് പ്രതികരിക്കുകയുണ്ടായി. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒരിക്കലും ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങില്ല എന്നും മുമ്പ് കലോത്സവ വേദിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് താൻ അതിനുവേണ്ടി ഫ്ലൈറ്റ് വരെ ബുക്ക് ചെയ്തതെന്നും ആശശരത്ത് പറയുകയുണ്ടായി. എന്നാൽ വിവാദം കത്തിയതോടുകൂടെ ആരാണ് ആ പ്രമുഖ നടി എന്ന ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. ഡാൻസ് രംഗത്ത് സജീവമായിട്ടുള്ള പല പ്രമുഖ നടിമാരുടെയും പേരുകൾ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ആരാണതെന്ന് മന്ത്രി തുറന്നു പറയാത്ത പക്ഷം പലരും സംശയനിഴലിൽ തന്നെയാണ്.